1949 നവംബർ 25-നാണ് നമ്മുടെ ഭരണഘടനാ അസംബ്ലി അവസാനമായി സമ്മേളിക്കുന്നത്. 26-ന് ഭരണഘടന ഔപചാരികമായി അംഗീകരിക്കപ്പെട്ടു. 25 വൈകുന്നേരം കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ അംബേദ്കർ സംസാരിക്കുന്നുണ്ട്. അതുവരെ നടന്ന ചർച്ചകൾ ഉപസംഹരിച്ചുകൊണ്ടും ഭരണഘടന എന്ന ആശയത്തെ സമഗ്രമായി സംഗ്രഹിച്ചുകൊണ്ടും അദ്ദേഹം താരതമ്യേന ദീർഘമായ ഇന്ന് വളരെ പ്രസിദ്ധമായി കഴിഞ്ഞ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ആ പ്രസംഗത്തിൽ അദ്ദേഹം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കാതലാകേണ്ട ഒരാശയത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ആശയം ഏതാണ്ട് ഇങ്ങനെയാണ്, അതേ വാക്യങ്ങളല്ല. നൗ വി ആർ എൻ്ററിങ് ഇൻ ടു എ സിസ്റ്റം വേർ വൺ മാൻ വൺ നോട്ട് ആൻഡ് വൺ നോട്ട് വൺ വാല്യൂ. നമ്മളൊരു പുതിയ വ്യവസ്ഥയിലേക്ക് കടക്കുകയാണ്. എല്ലാ മനുഷ്യർക്കും ഓരോട്ടും എല്ലാ വോട്ടിനും ഒരേ മൂല്യവുമുള്ള ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ കടക്കുകയാണ്. തുടർന്ന് അദ്ദേഹം പറഞ്ഞത്, ബട്ട് നൗ സ്റ്റിൽ വി ആർ ഫാർ അവേ ഫ്രം ക്രിയേറ്റിംഗ് എ സിസ്റ്റം വേർ വൺ മാൻ വൺ വാല്യൂ. പക്ഷേ എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുള്ള ഒരു വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിൽ നിന്ന് നമ്മൾ കാതങ്ങളകലെയാണ്. ഇത് ജനാധിപത്യം എന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ അംബേദ്കറേറ്റ് ആശയങ്ങളുടെ ഹൃദയമായ ഒരു തത്വമാണ് അദ്ദേഹം അവിടെ സാന്ദർഭികമായി പറഞ്ഞു പോയത്. വൺ മാൻ വൺ വാല്യൂ. എല്ലാ മനുഷ്യരും തുല്യമൂല്യമുള്ളവരായി തീരുക. അതുകൊണ്ട് ജനാധിപത്യത്തിന് 3 ഉള്ളടക്കങ്ങളുണ്ട് എന്ന് അംബേദ്കർ കരുതിയിരുന്നു. അത് രാഷ്ട്രീയ ജനാധിപത്യം, സാമൂഹിക ജനാധിപത്യം, സാമ്പത്തിക ജനാധിപത്യം എന്നീ തത്വങ്ങളാണ്. പൊളിറ്റിക്കൽ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി ആൻഡ് എക്കണോമിക് ഡെമോക്രസി. ഇവ 3ഉം ചേർന്ന ഒരു തൃത്വമായിട്ടല്ലാതെ ജനാധിപത്യത്തിന് നിലനിൽക്കാൻ കഴിയില്ലെന്നും അങ്ങനെയല്ലാത്ത ജനാധിപത്യം വെറും ഒരു പേരും പുറന്തുണ്ടുമായി തീരും എന്നും അദ്ദേഹം താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹം നൽകിയ താക്കീത് എത്ര മാരകമായി നമ്മളെ വലയം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ഇന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു വെറും പേരും പുറന്തുണ്ടും മാത്രമായി തീർന്ന ജനാധിപത്യത്തിൻ്റെ നടുവിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. എന്താണ് ജനാധിപത്യം എന്ന തത്വം? ഞാൻ അംബേദ്കറേറ്റ് ആശയങ്ങളിലേക്ക് പിന്നാലെ കൂടുതൽ വരാം. ജനാധിപത്യം എന്ന തത്വത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷെ നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ചിന്തകൻ അല്ലെങ്കിൽ സാമൂഹ്യ ചിന്തകൻ എന്ന് വിളിക്കാവുന്ന റാൻസിയെ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് തത്വചിന്തകൻ, അദ്ദേഹം ജനാധിപത്യത്തെ വളരെ സവിശേഷമായ നിലയിൽ വിശദീകരിക്കുന്നത് ഡെമോക്രസി ഹാപ്പൻസ് വെൻ ദ പാർട്ട് ഓഫ് നത്തിങ് ഡിസ്റപ്റ്റ്സ് ദ സോഷ്യൽ ഓർഡർ എന്ന് അദ്ദേഹം പറയും. ജനാധിപത്യം സംഭവിക്കുന്നത് ഒന്നുമല്ലാത്തവർ, പാർട്ട് ഓഫ് ദ നത്തിങ്, ഒന്നുമല്ലാത്തവർ അവർ നിലനിൽക്കുന്ന വ്യവസ്ഥയെ അലോസരപ്പെടുത്തുമ്പോഴാണ്, അസ്ഥിരപ്പെടുത്തുമ്പോഴാണ് എന്ന് റാൻസിയെ പറയുന്നുണ്ട്. ഇത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള സവിശേഷമായൊരു കാഴ്ചപ്പാടാണ്. ജനാധിപത്യത്തെ റാഡിക്കലായിട്ട് റീഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ജനാധിപത്യം എന്ന് സാധാരണ മനസ്സിലാക്കി പോരുന്നത് വാസ്തവത്തിൽ മെജോറിറ്റേറിയനിസമാണ്. പലപ്പോഴും നമ്മൾ ഈ ഭൂരിപക്ഷമാണ് ജനാധിപത്യം എന്ന് മനസ്സിലാക്കുന്നു. അത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള താരതമ്യേന ഉപരിപ്ലവമായ, പലപ്പോഴും അപകടകരമായ ഒരാശയമാണ്. ജനാധിപത്യം പിറവിയെടുത്ത പ്രാചീന ഗ്രീസിൽ അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ചിന്തകൻ, ഏറ്റവും വലിയ എത്തിക്കൽ ഫിലോസഫർ എന്ന് വിളിക്കാവുന്ന സോക്രട്ടീസ് ജനാധിപത്യം എന്ന ആശയത്തിൻ്റെ വിമർശകനായിരുന്നു. കാരണം അത് ഡെമോക്രസി മെജോറിറ്റേറിയനിസമായി തീരും എന്നതുകൊണ്ടാണ് അദ്ദേഹം അതിനെ വിമർശിച്ചത്. ജനാധിപത്യം റാൻസിയെ പറയുന്നത് വെൻ ദ പാർട്ട് ഓഫ് ദ നത്തിങ് ഡിസ്റപ്റ്റ്സ് ദ സോഷ്യൽ ഓർഡർ.
നിലനിൽക്കുന്ന സാമൂഹ്യ അധികാര വ്യവസ്ഥയെ ഒന്നുമല്ലാത്തവർ അലോസരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് ജനാധിപത്യം. അതുകൊണ്ട് ജനാധിപത്യം ഒരു ഓൺഗോയിങ് ഇമാജിനേഷനാണ്, ഓർഡറിംഗ് ആണ്. നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥ, വിഭവ വിതരണത്തിൻ്റെ വ്യവസ്ഥ, സംസ്കാരത്തിൻ്റെ വ്യവസ്ഥ, മൂല്യവ്യവസ്ഥ, ഇവയെയൊക്കെ നിരന്തരമായി പൊളിച്ചു പണിയുന്ന ഒരു പ്രക്രിയയുടെ പേരായിട്ടാണ് ജനാധിപത്യത്തെ കാണേണ്ടത്. ഭൂരിപക്ഷ ഹിതാനുസാരിയായ ഒരു ഭരണകൂടം നിലവിൽ വരുന്നു, ഒരു സർക്കാർ പ്രവർത്തിക്കുന്നു എന്നതല്ല എന്ന് അംബേദ്കർ റാൻസിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ജനാധിപത്യം എന്നതിനെ നിങ്ങൾക്ക്, നമ്മുടെ വലിയ ചിന്തകന്മാരിൽ ഒരാൾ പറഞ്ഞൊരു വാക്യമുണ്ട്, ജനാധിപത്യത്തിൽ ഫാഷിസത്തിനും ഒരു മുറിയുണ്ട് എന്ന് പണ്ട് എം.എൻ. വിജയൻ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഹിറ്റ്ലർ തിരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരാളായിരുന്നു. മുസോളിനിക്ക് നല്ല ജനപിന്തുണ ഉണ്ടായിരുന്നു. വിജയമാഷ് പറയും, ഹിറ്റ്ലറുടെ കാലത്ത് ഹിറ്റ്ലറെ പോലെ മീശ വെച്ചിരുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. പിന്നെ രണ്ടാം ലോക യുദ്ധമൊക്കെ കഴിഞ്ഞ് നാട്ടുകാർ തല്ലിക്കൊന്നു കഴിഞ്ഞപ്പോഴാണ് മീശയൊക്കെ വടിച്ചത്. അതുവരെ ഹിറ്റ്ലറുടെ മീശയ്ക്ക് ധാരാളം ആളുകൾ ഇവിടെ ആരാധകരുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കരുതുന്നത് പോലെ സാർവത്രികമായി വെറുക്കപ്പെട്ട ആളൊന്നും ആയിരുന്നില്ല ഈ ഹിറ്റ്ലർ എന്ന് പറയുന്നത്. സ്വേച്ഛാധിപത്യത്തിന് എപ്പോഴും ആരാധകരുണ്ടാവും, സ്വേച്ഛാധിപത്യത്തിന് എപ്പോഴും പിന്തുണയുണ്ടാവും. അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പെർമനൻ്റായ ഒരു ഡിസ്റപ്ഷനാണ് എന്ന് റാൻസിയെ പറയും. അത് ഉറയ്ക്കുന്ന വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു സമൂഹത്തിൻ്റെ ശേഷിയാണ്. അല്ലാതെ ഉറച്ചു നിൽക്കുന്ന വ്യവസ്ഥയ്ക്കകത്ത് അതിൻ്റെ ഭാഗമായി ഭദ്രമായി ജീവിക്കാനുള്ള നമ്മുടെ വാസനയല്ല ജനാധിപത്യം. അത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു റാഡിക്കൽ ഇമാജിനേഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ ചരിത്രം നമ്മളാകെ നോക്കിയാൽ, ഞാനിത് മുഴുവൻ പറയുന്നില്ല കേട്ടോ, ഈ സമയപരിധി ഇല്ല എന്നൊക്കെ പറഞ്ഞാലും സഹിക്കണേനൊരു അതിരുണ്ട് എന്ന് എനിക്കറിയാം. കാരണം നിങ്ങളിപ്പോൾ 1.5 മണിക്കൂറായി ഇത് കേൾക്കുന്നു, ഇനി ഇയാൾ എത്ര നേരം പ്രസംഗിക്കും എന്നൊരാധി നിങ്ങൾക്ക് നിശ്ചയമായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ആധി ഫലപ്രാപ്തിയിൽ എത്തണേക്ക് മുമ്പ് നിർത്തണം എന്നാണ് ഞാൻ കരുതുന്നത്. നോക്കാം. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രാചീന രൂപം എന്ന് പറയുന്നത് ഗ്രീക്ക് ജനാധിപത്യമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഗ്രീക്ക് ജനാധിപത്യത്തെയൊന്നും ഇന്നത്തെ അർത്ഥത്തിൽ നമുക്ക് ജനാധിപത്യം എന്ന് പറയാൻ പറ്റില്ല. അടിമകൾക്ക് വോട്ടവകാശമില്ലാത്ത, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വോട്ടവകാശമില്ലാത്ത, കുലീന പ്രഭുക്കൾ മാത്രം പങ്കുചേരുന്ന ഒരു ഒളിഗാർക്കിയാണ് വാസ്തവത്തിൽ അന്ന് ഒരു ജനാധിപത്യം എന്ന് പറഞ്ഞിരുന്നത്. ഭൂരിപക്ഷ ഹിതം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, ഒത്തുചേർന്ന് തീരുമാനമെടുത്തിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഒരു ആധുനിക അർത്ഥത്തോടൊന്നും അത് ചേർന്നു പോകില്ല. എങ്കിലും ജനാധിപത്യത്തിൻ്റെ ഒരു പ്രാചീന രൂപം എന്ന നിലയ്ക്ക് ആ കാലത്ത് അതിനൊരു ആദരണീയതയൊക്കെ ഉണ്ട്. പക്ഷേ സോക്രട്ടീസിനെ പോലുള്ള ആളുകൾ അന്ന് തന്നെ അതിനോട് ക്രിട്ടിക്കലായിരുന്നു. സോക്രട്ടീസ് ക്രിട്ടിക്കലായ അതേ നിലയിലല്ല കേട്ടോ പ്ലേറ്റോ ക്രിട്ടിക്കലായത്. പ്ലേറ്റോ അതിനോട് വിമർശനം പുലർത്തിയത് അത് അദ്ദേഹത്തിന് തന്നെ നിലീനമായിരിക്കുന്ന ഈ ഒരു ഫിലോസഫർ കിങ് എന്നൊക്കെ പറയുന്ന ആശയങ്ങളുടെ ഒരു നിരാകരണം അതിലുള്ളത് കൊണ്ടാണ് പ്ലേറ്റോ അതിനോട് വിയോജിച്ചത്. എന്തായാലും ഈ ഗ്രീക്ക് ജനാധിപത്യത്തിൽ നിന്ന് പിന്നീട് നമ്മൾ എത്തിച്ചേർന്ന, ഒരുപക്ഷെ ഗ്രീക്ക് ജനാധിപത്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ നമ്മൾ സ്വാംശീകരിച്ചൊരു സങ്കല്പമാണ് ഈ ഭൂരിപക്ഷ ഹിതം എന്നത്. അതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിലൊരു അപകടമുണ്ട് എന്ന് മാത്രമല്ല അത് ജനാധിപത്യത്തിൻ്റെ വളരെ ആഴമുള്ള ഒരു മൂല്യത്തെ ഉൾക്കൊള്ളുന്നില്ല എന്നും പറയാം. നേരത്തെ പറഞ്ഞതുപോലെ അതിലൊരു ഫാസിസ്റ്റ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ 100 പേരുണ്ട്, നിങ്ങൾ 99 പേര് ചേർന്ന് നിങ്ങളോട് വിയോജിക്കുന്ന ഒരാളെ തല്ലിക്കൊല്ലാൻ തീരുമാനിക്കുന്നതിൻ്റെ പേര് ജനാധിപത്യം എന്നല്ല, ഫാസിസം എന്നാണ്. അത് എവിടെയും സാധ്യമാകുന്നൊരു കാര്യമാണ്. അത് ധാരാളമായി ലോകത്ത് നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അംബേദ്കർ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കൗണ്ടർ പെർസ്പെക്റ്റീവ് അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് വ്യത്യസ്തരായിരിക്കാനും വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യം. ഭൂരിപക്ഷഹിതം നടക്കുന്നു എന്നല്ല, ഭൂരിപക്ഷഹിതത്തിനെതിരായൊരു വീക്ഷണത്തെ സംരക്ഷിക്കാൻ ഒരു സമൂഹത്തിന് എത്ര ശേഷിയുണ്ട് എന്നതാണ് ജനാധിപത്യം, ഭൂരിപക്ഷഹിതമല്ല. ബീയിങ് ഡിഫറൻ്റ് എന്നതിലാണ് ഡെമോക്രാറ്റിക് പൊട്ടൻഷ്യൽ നിൽക്കുന്നത്, ബീയിങ് വൺ എന്നതിലല്ല. അതുകൊണ്ട് ഒരു രാജ്യം, ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു മന്ത്രി, ഒരു രാജാവ് എന്നെല്ലാമുള്ള യുക്തികൾ വാസ്തവത്തിൽ ഡെമോക്രസിക്കെതിരാണ്.
അത് ഡെമോക്രസിയുടെ സ്പിരിറ്റേ അല്ല, ബീയിങ് ഡിഫറൻറ്റ് എന്നതാണ്. എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നതിൻ്റെ പേര് ഐക്യം എന്നല്ല, എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നതിൻ്റെ പേര് ഫാസിസം എന്നാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വ്യത്യസ്തതകൾക്കുള്ളിൽ നമ്മൾ ബോധപൂർവം കൈക്കൊള്ളുന്ന ഇച്ഛാപൂർണമായ ഒരു തീരുമാനമാണ് ഐക്യം. മറിച്ച് ഒരു ഫാക്ടറിയിൽ നിങ്ങളൊരു മെഷീനകത്ത് ഒരേ നെട്ട്, ഒരേ ബോൾട്ട്, ഒരേ അളവിൽ 10,000 ബോൾട്ട് ഉണ്ടാക്കിയിട്ട് ഇവയ്ക്കെല്ലാം തമ്മിൽ നല്ല ഐക്യമുണ്ട് എന്ന് പറയുന്നത് ഐക്യമേ അല്ല, അത് മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ മാത്രമാണ്. മെക്കാനിക്കൽ റീപ്രൊഡക്ഷനെ നമുക്ക് ജനാധിപത്യമെന്നോ ഐക്യമെന്നോ വിളിക്കാൻ പറ്റില്ല. ഐക്യത്തിൻ്റെ ആധാരം എന്താണ്? വ്യത്യസ്തതയാണ്. വ്യത്യസ്തതയിലാണ് ഐക്യം നിൽക്കുക. ഇല്ലാത്തിടത്ത് ഐക്യത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് ഐക്യമെന്നത് തന്നെ വ്യത്യസ്തതകൾക്കുള്ളിലുള്ള മാനുഷികമായ ഇച്ഛയുടെ ബോധപൂർവമായൊരു ആവിഷ്കാരമാണ് എന്ന തലം വേണം. അതുകൊണ്ട് ജനാധിപത്യം 19ാം 18ാം നൂറ്റാണ്ടിലാണ് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പിന്നുറച്ചത്. അത് 2 വിപ്ലവങ്ങൾ വഴിയാണ്. ഒന്ന് 1789 ഫ്രഞ്ച് വിപ്ലവം, 2 1863 ഗെറ്റിസ്ബർഗ് പ്രസംഗം, അമേരിക്കൻ സിവിൽ വാറിന് ശേഷം എബ്രഹാം ലിങ്കൺ നടത്തുന്ന പ്രസംഗം. ഫ്രഞ്ച് വിപ്ലവം ജനാധിപത്യത്തിൻ്റെ ആധാരമായി. അംബേദ്കർ പറയുന്നുണ്ട്, മൈ സോഷ്യൽ ഫിലോസഫി ക്യാൻ ബി എൻഷ്രൈൻഡ് ഇൻ 3 വേർഡ്സ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവമാണ് ജനാധിപത്യം എന്ന ആശയത്തെ ഈ നിലയിൽ വിശദീകരിച്ചത്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി 3 തത്വങ്ങളാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ 3 തത്വങ്ങളുടെ നിർവഹണത്തിലാണ് ജനാധിപത്യപരമായൊരു ആധുനിക സമൂഹം രൂപപ്പെടുക എന്നതായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം. സമീർ അമീൻ എന്ന് പറയുന്ന നമ്മുടെ കാലത്തെ വലിയ ചിന്തകന്മാരിലൊരാൾ ഇതേക്കുറിച്ച് നടത്തുന്ന രസമുള്ളൊരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് ഫ്രഞ്ച് ബൂർഷ്വാസി മുദ്രാവാക്യം മുഴക്കിയെങ്കിലും ഫ്രഞ്ച് ബൂർഷ്വാസി അത് നടപ്പാക്കിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം നടപ്പാക്കാൻ പറ്റില്ല. ബൂർഷ്വാസിക്ക് ലിബർട്ടി എന്ന് പറയാം, ഇക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും നടപ്പാക്കിയാൽ പിന്നെ ബൂർഷ്വാസി ഉണ്ടാവില്ല. അതുകൊണ്ട് വിളിച്ച മുദ്രാവാക്യം വിളിച്ചവർ തന്നെ നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കരുതെന്നാണ് അതിൻ്റെ ഒരർത്ഥം. അതിന് വേറെ കള്ളു കുടിക്കണം എന്ന് പറഞ്ഞ പോലെ അത് നടപ്പാക്കാൻ വേറെ ആരെങ്കിലും വേണം. സമീർ അമീൻ എന്നിട്ട് പറയുന്ന രസമുള്ളൊരു ഒബ്സർവേഷൻ, വാസ്തവത്തിൽ ബൂർഷ്വാസി നടപ്പാക്കിയ ജനാധിപത്യ വിപ്ലവം എന്താണ്? അദ്ദേഹം രസമായിട്ട് പറയുന്നുണ്ട്, അത് അമേരിക്കൻ റവല്യൂഷനാണ്. അമേരിക്കൻ റവല്യൂഷൻ്റെ സ്ലോഗൻ എന്താണ്? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നല്ല, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി എന്നാണ്. സ്വാതന്ത്ര്യവും സ്വത്തവകാശവുമാണ്. എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? സ്വാതന്ത്ര്യം സമത്വത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, സ്വാതന്ത്ര്യം സാഹോദര്യത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, സ്വാതന്ത്ര്യം സ്വത്തുടമസ്ഥതയ്ക്കുള്ള സ്വാതന്ത്ര്യമാണ്. അമേരിക്കയിൽ കറുത്തവർ വിമോചിതരായി എന്നതിൻ്റെ അർത്ഥം സമത്വത്തിലേക്ക് പ്രവേശിച്ചു എന്നല്ല, മറിച്ച് സ്വത്തുടമസ്ഥത കൈവന്നു. അതുകൊണ്ട് ലിബർട്ടിയെ പ്രോപ്പർട്ടിയുമായി ബന്ധിപ്പിക്കുക വഴി 18ാം നൂറ്റാണ്ടിലെ ജ്ഞാനോദയത്തിൻ്റെ വിശാല മൂല്യങ്ങളെ ബൂർഷ്വാ ജനാധിപത്യം അകമേ അട്ടിമറിക്കുകയാണ് ചെയ്തത് എന്ന് സമീർ അമീൻ നിരീക്ഷിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒബ്സർവേഷനാണ്. ഇപ്പം അംബേദ്കർ തന്നെ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, ഈ 3 തത്വങ്ങളുണ്ട്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഇവ 3ഉം പരസ്പര പൂരിതമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ലാതെ ഒന്ന് മറ്റൊന്നിനെ ഒഴിവാക്കുന്നതല്ല, ഒന്നിൻ്റെ അഭാവത്തിൽ മറ്റൊന്നിനൊരർത്ഥവുമില്ല. അതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം മഹാഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്യാനുള്ള ന്യൂനപക്ഷത്തിൻ്റെ അവകാശമായിരിക്കും. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ്. സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം മഹാഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്യാനായുള്ള ന്യൂനപക്ഷത്തിൻ്റെ അവകാശമായിരിക്കും. തിരിച്ച് സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാകട്ടെ വ്യക്തികളുടെ ഇച്ഛയ്ക്ക് ഇടമില്ലാത്തതായിരിക്കും. ഹ്യൂമൻ വിൽ എന്നതവിടെ നിലനിൽക്കില്ല. അതുകൊണ്ട് ഇവ രണ്ടിനും ഇടയിലൊരു ബാലൻസ്. അദ്ദേഹം പറയുക, സമത്വം സ്വാതന്ത്ര്യത്തെയും സ്വാതന്ത്ര്യം സമത്വത്തെയും പൂരിപ്പിക്കുകയാണ് ചെയ്യുന്നത്, കോംപ്ലിമെൻ്ററിയാണ്. ഒന്നിൻ്റെ അഭാവത്തിൽ മറ്റതിന് അർത്ഥം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഫ്രഞ്ച് റവല്യൂഷനകത്ത് വാസ്തവത്തിൽ ലിബർട്ടി എന്നത് അതിൻ്റെ പ്രധാന മുദ്രാവാക്യമായി, പക്ഷേ ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നത് അതിൽ സാക്ഷാത്കരിക്കപ്പെട്ടില്ല. മറ്റൊരു ജനാധിപത്യ തത്വം, ഒരുപക്ഷെ ലോകം മുഴുവൻ സാർവത്രികമായി സ്വീകരിക്കപ്പെട്ട ജനാധിപത്യ തത്വം എന്ന് പറയുന്നത് ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലെയാണ്. 1863 നവംബർ 19 എബ്രഹാം ലിങ്കൻ അദ്ദേഹത്തിൻ്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിൽ
ജനാധിപത്യം എന്ന് പറയുന്നതിനെ എ ഫോം ഓഫ് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഒരുപക്ഷെ സാർവത്രികമായിട്ട് നമ്മൾ ഇന്ന് പറയുന്നത് ഈ ആശയമാണ്, വാട്ട് ഈസ് ഡെമോക്രസി. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ പേരാണ് ജനാധിപത്യം. പക്ഷേ പിൽക്കാലത്തെ സാമൂഹ്യ ചിന്തകർ, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ വളരെ കൂടുതൽ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം, ഇതിലേത് ഘടകമാണ് ജനാധിപത്യം? ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഭരിക്കുന്ന സമ്പ്രദായം എന്ന് നിങ്ങൾ ജനാധിപത്യത്തെ നിർവചിക്കുമ്പോൾ ഈ 3 പ്രമാണങ്ങളിൽ ഏതാണ് അതിൻ്റെ കാതൽ? ഈ ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഭരിക്കുന്നത് എന്ന് ലോകത്തെ എല്ലാ സ്വേച്ഛാധിപതികളും ഫാസിസ്റ്റുകളും അവകാശപ്പെട്ടിട്ടുണ്ട്. ഒരു കുറവുണ്ടായിട്ടില്ല. ജനങ്ങളെയാണ് ഭരിക്കുന്നത് എന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആധുനിക ജനാധിപത്യ ചിന്തകരൊക്കെ പറയുന്ന കാര്യം, ഈ 3 പ്രമാണങ്ങളിൽ ബൈ ദ പീപ്പിൾ എന്നത് എത്രത്തോളം സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ടോ അത്രത്തോളമാണ് ജനാധിപത്യം. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്നതും ജനങ്ങളെ ഭരിക്കുന്നു എന്നതും വാസ്തവത്തിൽ ഈ പ്രമാണത്തിൻ്റെ ഹൃദയമല്ല. ജനാധിപത്യത്തിൻ്റെ ഹൃദയം എന്തെന്ന് ചോദിച്ചാൽ അത് ബൈ ദ പീപ്പിൾ എന്നതാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ ഭരണഘടനയും അതിനെ പിൻപറ്റിയ ഇന്ത്യൻ ഭരണഘടനയുമൊക്കെ വി ദ പീപ്പിൾ. സോവറിൻ പവർ എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്നല്ല. സോവറിൻ പവർ രാജാവിൽ നിന്നല്ല. സോവറിൻ പവർ ആസ് എ റിപ്പബ്ലിക് ഇറ്റ് കംസ് ഫ്രം ദ പീപ്പിൾ, ജനങ്ങളിൽ നിന്ന് വരുന്നു. നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ വലിയ ചർച്ചയുണ്ടായതാണ് എങ്ങനെ ഭരണഘടന തുടങ്ങണം. ഏറ്റവും അവസാനമാണ് പ്രിയാമ്പിൾ ചർച്ചയ്ക്ക് എടുത്തത്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി സമ്മേളിച്ച് അവസാന ഘട്ടങ്ങളിലാണ്. 1949 ഡിസംബർ 9 നവംബർ 26 ഭരണഘടന നിലവിൽ വരുന്നത്. നവംബർ ആദ്യങ്ങൾ ദിവസങ്ങളിലാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അംബേദ്കർ പറഞ്ഞു നമുക്ക് വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന. അഴീക്കോട് മാഷ് പണ്ട് ചോദിക്കുന്നുണ്ട്, എത്ര ഒച്ചത്തിൽ സംസാരിക്കണം? അപ്പോൾ മാഷിൻ്റെ ഒരു മാനദണ്ഡം എന്ന് വെച്ചാൽ ഏറ്റവും പുറയിലിരിക്കുന്ന ആൾ ശ്രദ്ധാപൂർവം ചെവി കൂർപ്പിച്ചാൽ കേൾക്കാവുന്ന അത്രയും ഒച്ചത്തിൽ. എന്നിട്ട് മാഷ് പറയും, ശ്രദ്ധ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, ഒച്ച ഇവിടെ നിന്ന് അങ്ങടല്ല. നിർഭാഗ്യവശാൽ നമ്മുടെ പ്രസംഗം ഒച്ച ഇവിടെ നിന്ന് അങ്ങടാ. അതുകൊണ്ടാണ് ഈ കേൾക്കണില്ല എന്ന് തോന്നണത്. കുറച്ചുകൂടി ശ്രദ്ധ ഇങ്ങോട്ട് വന്നാൽ കേൾക്കും. അതുകൊണ്ടൊന്നല്ല കേട്ടോ, എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. എനിക്ക് വലിയ ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റും, അത് ചില ഘട്ടങ്ങളിൽ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആശയം എന്താണെന്ന് വെച്ചാൽ, ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അവസാനമായിട്ട് പ്രിയാമ്പിളിലേക്ക് കടക്കുന്ന സമയത്ത്, പ്രിയാമ്പിൾ ആരംഭിക്കുന്നത്, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ ഒരു പരിഷ്കൃത രൂപമാണ്. അതിൽ അംബേദ്കർ നിർണായകമായ ഒരു മാറ്റം വരുത്തുന്നുണ്ട്. 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത്. ആ റെസൊല്യൂഷനിൽ ഇല്ലാത്ത ഒരു കമ്പോണൻറ്റ് അംബേദ്കർ പുതുതായി കൂട്ടിച്ചേർത്ത് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിലുണ്ട്. അത് ഫ്രറ്റേണിറ്റി, അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഇത് അംബേദ്കറുടെ വളരെ സവിശേഷമായ സംഭാവനയാണ്. അത് ഞാൻ പിന്നാലെ പറയാം. അത് അംബേദ്കറുടെ ജനാധിപത്യ ദർശനമായിട്ട് വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടൊരു വാക്യമാണ്. ഫ്രറ്റേണിറ്റി, അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്ന് പറയുന്നത്. ഈ പ്രിയാമ്പിളിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ച് അത് പിന്നീട് അവസാനം പ്രിയാമ്പിളായി റീഫ്രെയിം ചെയ്ത് നവംബർ ആദ്യ ദിവസങ്ങളിൽ ചർച്ചയ്ക്കെടുത്തപ്പോൾ അതിൽ വന്ന പ്രധാനപ്പെട്ട ഒരു വാദം, നമ്മൾ ഇങ്ങനെ വി ദ പീപ്പിൾ എന്നല്ല നമ്മൾ ഭരണഘടന തുടങ്ങേണ്ടത്, ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് വേണം തുടങ്ങാൻ. യൂറോപ്പിലെ ഭരണഘടനകളൊക്കെ അങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ, ദൈവനാമത്തിൽ തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജേന്ദ്ര പ്രസാദാണ് അധ്യക്ഷൻ. അദ്ദേഹം പറഞ്ഞു, നമ്മൾ സെക്യുലറായ ഒരു രാജ്യമാവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സെക്യുലറായ ഒരു രാജ്യത്തിന് ദൈവനാമത്തിൽ ഭരണഘടന തുടങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഈ അമെൻമെൻറ്റ് പ്രസ് ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷേ അത് അവതരിപ്പിച്ച ആൾ പ്രസ് ചെയ്യേണ്ടായി. അവസാനം വോട്ടിനിടാൻ തീരുമാനിച്ചു. അപ്പോൾ ബംഗാളിൽ നിന്നൊരു പൂർണിമ ബാനർജി എന്ന് പറയുന്ന ഒരു അംഗമുണ്ട്. അവർ പറഞ്ഞു ഇത് വോട്ടിനിടരുത്, കാരണം വോട്ടിനിട്ടാൽ ദൈവത്തെ വോട്ടിനിടുന്ന സ്ഥിതിയാവും, അത് ദൈവത്തിന് നല്ലതല്ല, നമുക്ക് നല്ലതല്ല, അതുകൊണ്ട് വോട്ടിനിടരുത് എന്ന് പറഞ്ഞു. പക്ഷേ വോട്ടിനിട്ടു. അവസാനം ദൈവത്തിന് 48 വോട്ടും നാട്ടുകാർക്ക് 62 വോട്ടും കിട്ടിയിട്ടാണ് ഈ ഭരണഘടന വി ദ പീപ്പിൾ എന്ന് തുടങ്ങിയത്. ഞാൻ പറയണത് അങ്ങനെ ദൈവത്തെ വോട്ടിനിട്ട് തോൽപ്പിച്ചിട്ടാണ് ഈ സോവറിൻ പവർ ദൈവത്തിൻ്റെ അല്ല ജനങ്ങളുടെയാണ് എന്ന് പറഞ്ഞു. ഇതൊന്നും ചെറിയ കാര്യമല്ല. ഇത് എവിടെ നിന്ന് വരുന്നു?
എന്നതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഈ പവർ എവിടെ നിന്ന് വരുന്നു. അത് US ഭരണഘടനയിൽ നിന്ന് വന്ന ആശയമാണ് വി ദ പീപ്പിൾ എന്നുള്ളത്. പക്ഷേ അത് ജനാധികാരം, റിപ്പബ്ലിക് എന്ന് പറയുന്നതിൻ്റെ വലിയ ആശയമാണ് ജനാധികാരം എന്നത്. അതുകൊണ്ട് ജനാധികാരമാണ് ജനാധിപത്യമെങ്കിൽ ജനാധിപത്യത്തിൻ്റെ തത്വത്തിൻ്റെ കാതൽ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു, ജനങ്ങളെ ഭരിക്കുന്നു എന്നതായിക്കൂടാ, മറിച്ച് ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നു, ബൈ ദ പീപ്പിൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നു എന്നതിന് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭരണനിർവഹണ യുക്തിയിൽ എത്രമേൽ വിദൂരമായ ഒരു പ്രാധാന്യം പോലും ഇല്ലാതായി കഴിഞ്ഞു. എത്രമേൽ വിദൂരമായ ജനങ്ങൾ എന്ന് പറയുന്നത്. ഗാന്ധി അങ്ങനെ കരുതിയിരുന്ന ആളാണ്. ഗാന്ധിയിൽ ഈ ആശയം ഉണ്ടായി. അതായിരുന്നു അന്ത്യജൻ എന്ന് പറഞ്ഞത്. ആ വാക്കൊക്കെ ഇപ്പോൾ ആരെങ്കിലും ഓർക്കണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഗാന്ധി കുറേ വാക്കുകളുണ്ടായി, അതെല്ലാം വഴിതിരിഞ്ഞ് വേറെ എന്തൊക്കെയോ ആയിപ്പോയി. ഗാന്ധി ഉണ്ടാക്കിയൊരു വാക്കായിരുന്നു സ്വദേശി എന്നത്. സ്വദേശി ഗാന്ധിയുടെ ഒരു വാക്കാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സമരം ചെയ്യാൻ ദരിദ്രനാരായണന്മാരായ ഇന്ത്യക്കാരുടെ കയ്യിലെ സമരായുധം എന്ന് സങ്കല്പിക്കപ്പെട്ട ഒന്നായിരുന്നു സ്വാശ്രയം. ഞങ്ങൾ നൂറ്റ നൂലുകൊണ്ട്, ഞങ്ങൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതമീ അനീതിക്കൊരന്ത്യാവരണം എന്നൊക്കെ വള്ളത്തോൾ കവിത എഴുതി. ഇപ്പോൾ ഈ സ്വാശ്രയം എവിടെ ബാക്കിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം റുപ്യ കൈക്കൂലി കൊടുത്ത് അഡ്മിഷൻ കിട്ടുന്ന കോളേജിൻ്റെ പേരാ. വേറെ ഒരു സ്വാശ്രയവും ബാക്കിയില്ല, എല്ലാം പോയി. അങ്ങനെ സ്വാശ്രയം അതിൻ്റെ നേർവിപരീതമായി. പരാശ്രയത്തിൻ്റെ പരമാവധിയുടെ പേര് സ്വാശ്രയം എന്നായി. അങ്ങനെയാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ജനാധിപത്യം, ഫ്രഞ്ച് വിപ്ലവത്തിലെ ജനാധിപത്യ സങ്കല്പം അകമേ ദുർബലായി. ഈ ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലൂടെ ലിങ്കൺ ഉയർത്തിക്കൊണ്ടുവന്ന ജനാധിപത്യ സങ്കല്പവും ഫലത്തിൽ നിറവേറ്റപ്പെട്ടില്ല. പിന്നീട് ഒരുപക്ഷെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തെ വളരെ ആഴത്തിൽ പുനരാലോചിച്ച ഒരാളാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം വലിയൊരു പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ദാർശനികൻ എന്ന് വിളിക്കാവുന്ന ഒരാളാണ് അംബേദ്കർ. മറ്റ് 2 രാഷ്ട്രീയ ദാർശനികരുടെ കൂടെ പേര് പറയാൻ എനിക്കൊരു മോഹമുണ്ട്. അതൊന്ന് രവീന്ദ്രനാഥ ടാഗോറാണ്, മറ്റൊന്ന് MN റോയാണ്. നിർഭാഗ്യവശാൽ ഇവരെ ഒന്നും നമ്മൾ ഓർക്കാറ് പോലുമില്ല. ടാഗോറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കവിതയുടെ പരിവേഷം അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ വലിപ്പത്തെ മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞു. റോയി ആകട്ടെ ആ കാലത്തിന് മനസ്സിലാവുന്നതിനേക്കാൾ ഒരുപാട് മുമ്പ് ചിന്തിച്ചു പോയ ആളായതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇന്ത്യയിൽ വേണമെന്ന് ആദ്യമായി നിർദ്ദേശിക്കുന്നത് റോയിയാണ്. നെഹ്റു പറയുന്നുണ്ട് അപ്പോൾ റോയിയോട്, ഇതെന്താണെന്ന് ഇവർക്ക് ആർക്കും ഒരു നിശ്ചയവും ഇല്ല എന്ന് പറയുന്നുണ്ട്. തൻ്റെ പാർട്ടിക്കാരെ കുറിച്ച് കൂടിയാണ് പറയുന്നത്. ഇവർക്ക് ആർക്കും ഒരു നിശ്ചയമില്ല. പക്ഷേ 34-ൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വരുന്നതിന് 12 കൊല്ലം മുമ്പേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ആശയം ആദ്യം വയ്ക്കുന്നത് അദ്ദേഹമാണ്. 44-ൽ അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഇന്ത്യക്കൊരു ഭരണഘടന എഴുതിയുണ്ടാക്കുകയും ചെയ്ത്. അങ്ങനെ ഒറ്റക്കൊരാൾ എഴുതിയുണ്ടാക്കിയ ഒരേ ഒരു എന്ന് പറഞ്ഞുകൂടാ, ഗാന്ധിയുടെ ഒരു അനുയായിയും നാരായണ അഗർവാൾ എന്ന് പറയുന്ന ഒരാളും ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രാഫ്റ്റ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വ്യാപ്തിയിൽ ഏറ്റവും വിപുലമായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് റോയിയാണ്. അംബേദ്കർ ഒരു ചിന്തകൻ എന്ന നിലയിൽ, ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന നിലയിൽ അംബേദ്കറുടെ മൗലികമായ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഞാൻ കരുതുന്നത് വെസ്റ്റേൺ ഡെമോക്രസിയൊക്കെ മുമ്പോട്ട് വെച്ച അടിസ്ഥാനപരമായ വീക്ഷണങ്ങളിലെ അടിസ്ഥാനപരമായ ചില ദൗർബല്യങ്ങളെ അദ്ദേഹം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒറ്റയടിക്കൊന്നുമല്ല. അംബേദ്കറെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അംബേദ്കർ നിന്നിടത്ത് നിന്ന ആളൊന്നുമല്ല. 1920കളിൽ കൊളംബിയ സർവകലാശാലയിൽ നിന്ന് PhD ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചു വന്നതിന് ശേഷം 56-ൽ മരിക്കുന്നത് വരെ ഏതാണ്ട് 3.5 പതിറ്റാണ്ട് കാലം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ജീവിതം വളരെ സജീവമായിരുന്നു. ഈ 3.5 പതിറ്റാണ്ടിൽ അദ്ദേഹം ഒരുപാട് മാറി. മാറ്റത്തിന് എന്തെങ്കിലും തകരാറുണ്ട്, അതൊന്നും അവസരവാദമൊന്നുമല്ല. അംബേദ്കർ പറഞ്ഞ ഒരു രസകരമായൊരു ഒബ്സർവേഷൻ ഉണ്ട്. എമേഴ്സനെ ഉദ്ധരിച്ചിട്ട് അംബേദ്കർ പറയും, എമേഴ്സൺ സെയ്സ് ദാറ്റ് കൺസിസ്റ്റൻസി ഈസ് ദ വെർച്യൂ ഓഫ് എ ഡോങ്കി ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബി മൈസെൽഫ് എ ഡോങ്കി എന്ന് പറയും. ഈ സ്ഥിരത എന്ന് പറയുന്നത് ഒരു കഴുതയുടെ ഗുണമാണ് എന്ന് എമേഴ്സൺ പറയുന്നുണ്ട്. ഞാനൊരു കഴുതയാവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് പറഞ്ഞ വേറെ ആളുണ്ട് കേട്ടോ, അത് അംബേദ്കറുടെ നേർവിപരീതമാണെങ്കിലും ഗാന്ധി ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഐ മേക്ക് നോ ഹോബ് ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി. അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്നില്ല
ഇഫ് ഐ ആം ട്രൂ ടു മൈസെൽഫ് ഫ്രം മൊമെൻറ്റ് ടു മൊമെൻറ്റ്, ഐ ഡു നോട്ട് മൈൻഡ് ദ ഇൻകൺസിസ്റ്റൻസീസ് ദാറ്റ് മേ ഫോൾ അപ്പോൺ മീ. എന്നോട് സത്യസന്ധനാണെങ്കിൽ എൻ്റെ മേൽ വന്നു വീഴുന്ന അസ്ഥിരതയെക്കുറിച്ച് എനിക്ക് ഒരു ഉത്കണ്ഠയുമില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. വിജയമാഷ് പറയും, ഒരാൾ 50 കൊല്ലം ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതിൻ്റെ ഒരർത്ഥം, അതിന് രണ്ടർത്ഥമേ ഉള്ളൂ എന്നാണ് മാഷ് പറയാം. ഒന്നുകിൽ മൂപ്പർക്കൊന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മൂപ്പര് അറിഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കുന്നു. ഇതല്ലാതെ നിങ്ങൾക്ക് ഒരേ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ലോകം മാറുന്നല്ലോ. മാറുന്ന ലോകത്തിൻ്റെ നടുക്ക് നിന്ന് യാഥാർത്ഥ്യത്തെക്കുറിച്ച് വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് പറഞ്ഞു തന്നെ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 20കളിൽ അംബേദ്കർ പറഞ്ഞതൊന്നുമല്ല 50കളുടെ അവസാനം അംബേദ്കർ പറയുന്നത്. ധാരാളം വ്യത്യാസമുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അദ്ദേഹം എന്താണ് ജനാധിപത്യത്തെ, കൊളംബിയയിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട അധ്യാപകൻ ജോൺ ഡ്യൂയി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം പ്രാഗ്മാറ്റിസ്റ്റ് ഫിലോസഫിയുടെ വലിയ പ്രതിനിധിയാണ്. ജോൺ ഡ്യൂയിൽ നിന്നാണ് അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ദർശനം വലിയ അളവിൽ സ്വീകരിച്ചത്. അദ്ദേഹം ജനാധിപത്യത്തെ വിശദീകരിക്കുന്നത് നമ്മൾ ഇന്ന് കരുതുന്നത് പോലെ ഒരു മെജോറിറ്റേറിയൻ ലോജിക്കായിട്ടല്ല, ഒരു ഭൂരിപക്ഷ യുക്തിയായിട്ടല്ല. അദ്ദേഹം പറയുക, ജനാധിപത്യം ഒരു ട്രിനിറ്റിയാണ്, ഒരു തൃത്വമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്നത് പോലെ ഒരു തൃത്വമാണ്. ആ തൃത്വത്തിൻ്റെ 3 കമ്പോണൻസാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ലിബർട്ടി ഇല്ലാത്ത ഇക്വാലിറ്റിയോ ഇക്വാലിറ്റി ഇല്ലാത്ത ഫ്രറ്റേണിറ്റിയോ ഒരർത്ഥവും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം ആരും ഓർക്കുന്നില്ല ഇന്ത്യയിലെ വ്യവസായങ്ങളെ ദേശസാൽക്കരിക്കണമെന്നും കൃഷിഭൂമി മുഴുവൻ പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യണമെന്നും നിർദ്ദേശിച്ച ഒരാളായിരുന്നു അംബേദ്കർ. ഇതിപ്പോൾ ആരും ഓർക്കില്ല. അംബേദ്കർ നിർദ്ദേശിച്ച കാര്യമാണ്. അതൊന്നും കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അംഗീകരിച്ചൊന്നുമില്ല. പക്ഷേ അംബേദ്കർ സംശയരഹിതമായിട്ടും അദ്ദേഹത്തിൻ്റെ എക്കണോമിക് പൊസിഷനിൽ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് പെർസ്പെക്റ്റീവുള്ള ആളായിരുന്നു. മാർക്സിസത്തോട് അദ്ദേഹത്തിന് വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന ആശയത്തെ വലിയ തോതിൽ പിന്തുണച്ച ഒരാളായിരുന്നു അംബേദ്കർ. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് രണ്ടും തമ്മിൽ ചേരണം. നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യമില്ലാത്ത സമത്വം വ്യക്തികളുടെ ഇച്ഛയ്ക്കിടമുണ്ടാവില്ല. സമത്വമില്ലാത്ത സ്വാതന്ത്ര്യമാകട്ടെ മഹാഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്യാൻ ന്യൂനപക്ഷത്തിനുള്ള അവകാശമായിട്ട് തീരും. ഞാൻ വെറുതെ ഒരു കണക്ക് പറയാൻ കേട്ടോ. 2014 അദാനിയുടെ ആസ്തി 57,000 കോടി രൂപയായിരുന്നു 12 കൊല്ലം മുമ്പ്. ഇപ്പോൾ 9.5 ലക്ഷം കോടി രൂപയാണ്. സമാനമായ വളർച്ചയുള്ള മറ്റൊരു ചേട്ടൻ അപ്പുറത്തുമുണ്ട്. ഇതാണ് ഈ സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം എന്തായിത്തീരും എന്നതിൻ്റെ അവസാനത്തെ തെളിവ്. ആദ്യത്തെ തെളിവൊന്നുമല്ല, ഇനിയും ഈ തെളിവ് തുടരും. അത് അംബേദ്കർ അന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഈ സമത്വവും സ്വാതന്ത്ര്യവും പരസ്പര പൂരകമാണ് എന്ന് നാം പറയുമെങ്കിലും ഫങ്ഷണലി അവയ്ക്കിടയിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ആ കോൺഫ്ലിക്റ്റ് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്വാതന്ത്ര്യബോധം അത് നിർബാധം ഞാൻ നടപ്പിലാക്കിയാൽ സമൂഹത്തിൻ്റെ സമത്വഭാവനയെ അത് അപകടപ്പെടുത്തും. എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നിരുപാധികമായ ആവിഷ്കാരം സമൂഹത്തിൻ്റെ സമത്വത്തെ ദുർബലപ്പെടുത്തും. തിരിച്ച് സാമൂഹ്യമായ സമത്വവാഞ്ച, സമത്വഭാവന ശക്തമായിട്ട് ആവിഷ്കരിച്ചാൽ അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യബോധത്തെയും ദുർബലപ്പെടുത്തും. അതുകൊണ്ട് ഔപചാരിക അർത്ഥത്തിൽ സമത്വവും സ്വാതന്ത്ര്യവും പരസ്പര പൂരകമാണ് എന്ന് പറയാമെങ്കിലും ഫലത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും ഇടയിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യം എവിടെ വെച്ച് പരിഹരിക്കാൻ കഴിയും? ഈ വൈരുദ്ധ്യം എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ആ പരിഹാരത്തിനുള്ള ഉത്തരമായിട്ടാണ് അംബേദ്കർ ഫ്രറ്റേണിറ്റി എന്ന ആശയത്തെ മുമ്പോട്ട് വെച്ചത്. ഫ്രറ്റേണിറ്റിയെക്കുറിച്ച് അംബേദ്കർ പറയുന്നത്, സാഹോദര്യ ഭാവന ഒരു സമൂഹത്തിൽ നിലീനമാണെങ്കിൽ മാത്രമേ തൻ്റെ സ്വാതന്ത്ര്യബോധം മറ്റൊരാളുടെ സമത്വത്തിന് വിഘാതമാകരുതെന്നും സമൂഹത്തിൻ്റെ സമത്വവാഞ്ച ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കരുതെന്നുമുള്ള വീക്ഷണം സമൂഹത്തിൽ പ്രവർത്തനക്ഷമമാകുകയുള്ളൂ. അദ്ദേഹം രസമായിട്ട് പറയുന്നുണ്ട്, ഇതില്ലെങ്കിൽ നിങ്ങൾ സമത്വവും സ്വാതന്ത്ര്യവും നടപ്പാക്കാനായിട്ട് ഒരു പോലീസ് ഇൻസ്പെക്ടർ ഏർപ്പെടുത്തേണ്ടി വരുന്നതാണ്, നിങ്ങൾ പോലീസ് ഫോഴ്സ് ഏർപ്പെടുത്തേണ്ടി വരും. അങ്ങനെ നിൽക്കില്ല.
അതുകൊണ്ട് ഇതിൽ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാഹോദര്യം എന്നത് ഒരു വ്യക്തിയുടെ വളരെ വ്യക്തിപരമായൊരു എത്തിക്കൽ വാല്യൂ ആണ് എന്നാണ് നമ്മൾ പൊതുവേ കരുതുക. നമ്മൾ സാഹോദര്യം എന്ന വാക്കിനെ ഒരു വ്യക്തിപരമോ നൈതികമോ ഒക്കെയായ ഒരു സങ്കല്പമായിട്ടാണ് കണ്ടത്. അംബേദ്കർ അതിനെ കണ്ടത് ആഴമുള്ളൊരു പൊളിറ്റിക്കൽ കാറ്റഗറി ആയിട്ടാണ്. അംബേദ്കർ ജനാധിപത്യത്തെ റീഡിഫൈൻ ചെയ്യുന്നത് ഈ സാഹോദര്യമാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ എന്നിടത്താണ്. ഈ 3 തത്വങ്ങളിൽ ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിലെ 3-ൽ ഏത് പ്രധാനമെന്ന് ചോദിച്ച് ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞതുപോലെ അംബേദ്കറേറ്റ് ജനാധിപത്യ ഭാവനയുടെ കേന്ദ്രത്തിൽ ഏതാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ? അത് ലിബർട്ടി അല്ല, അത് ഇക്വാലിറ്റി അല്ല, അത് ഫ്രറ്റേണിറ്റിയാണ്. ഈ ഫ്രറ്റേണിറ്റി എന്നാൽ എന്താണ്? ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് നമുക്ക് തുല്യമായ ജീവിതാവകാശം മുഴുവൻ മനുഷ്യർക്കും, നമുക്ക് തുല്യമായ ജീവിതാവകാശം മറ്റെല്ലാ മനുഷ്യർക്കും ഉണ്ടെന്നുള്ള നമ്മുടെ അനുഭവബോധത്തിൻ്റെ, നാം ഉൾക്കൊള്ളുന്ന അനുഭവ മൂല്യത്തിൻ്റെ പേരാണ് സാഹോദര്യം. സാഹോദര്യം എന്നുള്ളത് ഒരു 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 അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റല്ല. നാരായണ ഗുരുവാണ് കേരളത്തിൽ അത് ഉപയോഗിച്ചത് ആദ്യമായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടാ. ഗുരുവാണ് സാഹോദര്യം എന്ന വാക്ക് പൊളിറ്റിക്കലായ അർത്ഥത്തിൽ മലയാളത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. സോദരത്വേന വാഴുക. ഈ സോദരത്വേന എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് തുല്യമായ എല്ലാ അവകാശങ്ങളും മറ്റൊരാൾക്കുണ്ടെന്ന എൻ്റെ അനുഭവബോധത്തിൻ്റെ പേരാണ്. തത്വം പറയലല്ല, എക്സ്പീരിയൻഷ്യൽ വാല്യൂ ആണ്. ആ എക്സ്പീരിയൻഷ്യൽ വാല്യൂ ഒരു സമൂഹത്തിൽ എത്ര വേര് പിടിക്കുന്നോ അത്രത്തോളം മാത്രമേ ഒരു സമൂഹത്തിന് ഡെമോക്രാറ്റിക് ആവാൻ പറ്റൂ. അതുകൊണ്ട് ഡെമോക്രസി എന്ന് പറയുന്നത് കേവലമായൊരു ഭരണകൂട രൂപമല്ല, കേവലമായൊരു രാഷ്ട്രീയ തത്വമല്ല, അത് അടിസ്ഥാനപരമായൊരു ധാർമ്മിക മൂല്യമാണ്. അംബേദ്കർ അങ്ങനെയാണ് ഈ ഡെമോക്രസിയെ മറ്റൊരു പ്രതലത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായിട്ടല്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഫോം എന്ന നിലയിലല്ല. അദ്ദേഹം പറയുന്നുണ്ട്, ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഭരണകൂട രൂപമോ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ നടത്തിപ്പ് രീതിയോ അല്ല. അദ്ദേഹം പറയുന്നത് ഒരു സർക്കാർ രീതിയല്ല, ഒരു ഭരണകൂട രൂപമല്ല, മറിച്ചൊരു ജീവിത രീതിയാണ്. എ ഫോം ഓഫ് ലിവിങ്, നോട്ട് എ ഫോം ഓഫ് ഗവൺമെൻറ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജനാധിപത്യം നോട്ട് എ ഫോം, ഡെമോക്രസി ഈസ് നോട്ട് എ ഫോം ഓഫ് ഗവൺമെൻറ് ബട്ട് എ ഫോം ഓഫ് ലിവിങ്. എന്താണ് ആ ഫോം ഓഫ് ലിവിങ്ങിൻ്റെ കാതൽ? അദ്ദേഹം പറയുന്നുണ്ട്, റെവറൻസ് ടുവേഴ്സ് ദ ഫെല്ലോ ബീയിങ്. തനിക്കൊപ്പമുള്ള മനുഷ്യരോടുള്ള ആദരവും കരുതലുമാണ് ജനാധിപത്യം. നിങ്ങൾക്കൊപ്പമുള്ള മനുഷ്യരെ ആദരവോടെ കരുതലോടെ പരിഗണിക്കാൻ നിങ്ങൾക്ക് എത്ര കെൽപ്പുണ്ട് എന്നതിലാണ് ജനാധിപത്യം നിൽക്കുന്നത്. ഈ തത്വം അംഗീകരിച്ചാലുള്ളൊരു അപകടം എന്താണെന്നറിയോ? നമ്മിലേക്കൊക്കെ വരും ഈ പ്രശ്നം, നമ്മിലേക്കൊക്കെ വരും. നിങ്ങൾ എത്രത്തോളം ജനാധിപത്യവാദിയാണ് എന്ന ചോദ്യം വരും. വീടെത്രത്തോളം ജനാധിപത്യപരമാണ് എന്ന ചോദ്യം വരും. ഭാര്യയ്ക്ക് ജനാധിപത്യം ഉണ്ടോ എന്ന ചോദ്യം വരും. മക്കളുടെ ജനാധിപത്യം എപ്പോഴെങ്കിലും വകവെച്ച് കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ ജനാധിപത്യത്തിലേക്ക് കയറി വരും. റെവറൻസ് ടുവേഴ്സ് ദ ഫെല്ലോ ബീയിങ്. ഒപ്പമുള്ളവരോടുള്ള ആദരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെമോക്രസി എന്ന് പറയുന്നത് 5 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന വോട്ടെടുപ്പ് എന്നതിൽ നിന്ന് നമ്മുടെ നിത്യജീവിതത്തിലെ സൂക്ഷ്മസ്ഥാനങ്ങളിൽ ഓരോന്നും നാം പുലർത്തുന്ന നിലപാടായിട്ട് മാറും. ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ജനാധിപത്യത്തെ നിലനിർത്താൻ പറ്റൂ എന്ന് അംബേദ്കർ. ഇത് ചെറിയ മാറ്റമൊന്നുമല്ല. ഇതിലുള്ള ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇക്വാലിറ്റിയും ലിബർട്ടിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വാസ്തവത്തിൽ വെസ്റ്റേൺ ഡെമോക്രസിക്ക് പരിഹരിക്കാൻ പറ്റിയിരുന്നില്ല. അത് പരിഹരിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ ഊന്നലായിട്ടാണ് ഈ ഫ്രറ്റേണിറ്റി എന്ന ആശയത്തെ അംബേദ്കർ ജനാധിപത്യത്തിൻ്റെ കേന്ദ്രത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ കേന്ദ്രമായി സാഹോദര്യത്തെ ഭാവന ചെയ്തത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 46 ഡിസംബർ 13 നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ ഇല്ലാത്ത ഒരേയൊരു കമ്പോണൻറ്റ് ആയി ഇന്ന് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഫ്രറ്റേണിറ്റി എന്ന ആശയം വന്നിട്ടുള്ളത്. ആ ഫ്രറ്റേണിറ്റി അംബേദ്കർ ഡിഫൈൻ ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ്. അഷ്വറിങ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. എന്താണ് സാഹോദര്യം? അത് വ്യക്തിയുടെ അന്തസ്സ് ഉറപ്പുവരുത്തലാണ്. നിങ്ങൾക്ക് തുല്യമായ മനുഷ്യാവകാശവും അന്തസ്സും സാമൂഹ്യ അധികാരവും മറ്റെല്ലാവർക്കും ഉണ്ട് എന്ന് അംഗീകരിക്കുന്നതിൻ്റെ പേരാണ് ഫ്രറ്റേണിറ്റി. അതാണൊന്ന്.
ആ അംഗീകാരത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ സാക്ഷാത്കരിക്കാൻ കഴിയൂ. ഒരു രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും എന്ന് പറയുന്നത് ഈ സാഹോദര്യത്തിലൂടെ മാത്രമേ പറ്റൂ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇങ്ങനെ ഒരു എത്തിക്കൽ പൊസിഷനെ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറി എന്ന നിലയിലേക്ക് വികസിപ്പിക്കുകയും ഒരുപക്ഷേ ജനാധിപത്യം എന്ന ആധുനിക രാഷ്ട്രചിന്തയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പനങ്ങളിലൊന്നിനെ പുനഃക്രമീകരിക്കുകയും ചെയ്യുന്ന വലിയൊരു ദാർശനിക തലം അംബേദ്കറുടെ ജനാധിപത്യ ചിന്തയ്ക്കുള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അത് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യം, ഇന്ത്യക്ക് പക്ഷേ സഹജമായി ജനാധിപത്യത്തിലേക്ക് എത്താൻ കഴിയില്ല. ഇന്ത്യ ഒട്ടുമേ ഡെമോക്രാറ്റിക് അല്ല. ഇതൊന്നും കേട്ട് ക്ഷോഭിച്ചിട്ട് കാര്യമില്ല കേട്ടോ. വേദത്തിൽ മുഴുവൻ ജനാധിപത്യമായിരുന്നു എന്നാണ് ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലെയും ക്ലാസ്. അംബേദ്കർ പറഞ്ഞു ഇന്ത്യക്ക് ഒരു ജനാധിപത്യ പാരമ്പര്യവും ഇല്ല. എന്തുകൊണ്ട്? ഇന്ത്യ ജാതിയിലാണ്. ജാതി അടിസ്ഥാനപരമായി ചെയ്യുന്നത് എന്താണ്? മനുഷ്യർ തുല്യരല്ല എന്ന് പറയലാണ്. മനുഷ്യർ തുല്യരല്ല എന്ന് പറഞ്ഞുറപ്പിക്കുകയും സഹസ്രാബ്ദങ്ങളായി അത് ആചരിച്ച് ജീവിക്കുകയും ചെയ്ത ജനതയ്ക്ക് ഇൻഹറൻ്റ്ലി ആൻറ്റി ഡെമോക്രാറ്റിക് ആവാനേ പറ്റൂ. അതുകൊണ്ട് ഇന്ത്യ ജനാധിപത്യമല്ല. ഇന്ത്യക്കാർ ജനാധിപത്യം പരിശീലിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇന്ത്യക്കാർ പരിശീലിക്കേണ്ട ജനാധിപത്യത്തിൻ്റെ മൂല്യവ്യവസ്ഥയെയാണ് സവിശേഷമായ ഒരു പേരിൽ അദ്ദേഹം വിശേഷിപ്പിച്ചത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഭരണഘടനാപരമായ ധാർമ്മികത. ഭരണഘടനാപരമായ ധാർമ്മികത പരിശീലിക്കണം. മതാത്മകമായ ധാർമ്മികതയല്ല, ആചാരപാരമ്പര്യങ്ങളുടെ ധാർമ്മികതയല്ല, പുരുഷാധികാരപരമായ ധാർമ്മികതയല്ല, കുടുംബപരമായ ധാർമ്മികതയല്ല, ഭരണഘടനാപരമായ ധാർമ്മികത. എന്താണ് ഭരണഘടനാപരമായ ധാർമ്മികത? എല്ലാ മനുഷ്യരും തുല്യരാണ്. എല്ലാവരും തുല്യരാണ്. ഈ തുല്യതയെ സാക്ഷാത്കരിക്കുന്ന തത്വം എന്ന നിലയിലാണ് നീതി, അതുപോലെ മതനിരപേക്ഷത, അതുപോലെ ജനാധിപത്യം, സമത്വം മുതലായ സങ്കല്പങ്ങളെ ഭരണഘടന മുമ്പോട്ട് വയ്ക്കുന്നത്. ഭരണഘടന ഒരു എന്താ പറയുക, ഒരു ലീഗൽ ഡോക്യുമെൻ്റ് അല്ല. വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് വളരെ ആഴമുള്ള ഒരു എത്തിക്കൽ ഡയമെൻഷനുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണഘടന വക്കീലന്മാരും കോടതിയിലെ ജഡ്ജിമാരും മാത്രമാണ് വായിച്ചത് എന്നുള്ളത് കൊണ്ട് ഭരണഘടന ഇങ്ങനെ വലിയ ചില ആശയങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഇന്ത്യയിലെ ഭൂരിപക്ഷം മനുഷ്യരും അറിയാതിരിക്കുകയും ഭൂരിപക്ഷം മനുഷ്യരും അത് പ്രയോഗിക്കാതിരിക്കുകയും ചെയ്തു. ഈ സമീപകാലത്ത് നമ്മുടെ പൗരത്വ ബില്ലൊക്കെ വന്നപ്പോഴാണ് കുറച്ചെങ്കിലും ആളുകൾ ഭരണഘടന എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അതുവരെ ഇതെന്തോ വേറെ കേസ് കെട്ടാണ് എന്നാണ്, നമ്മളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോഴും ഇപ്പം പിന്നെ ഭരണഘടന എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഔപചാരിക യുക്തിയിൽ അവസാനിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറുകയും ചെയ്തു കഴിഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു വന്ന ആശയം എന്താ വെച്ചാൽ, അംബേദ്കർ ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ എന്താ പറയുക വിധാതാവ് എന്ന് അംബേദ്കർ പറയുന്നത് അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് അത് എഴുതിയുണ്ടാക്കി എന്നൊന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. അങ്ങനെയൊന്നുമല്ല ഇന്ത്യൻ ഭരണം ഉണ്ടായത്. പക്ഷേ വിധാതാവ് എന്ന് വിളിക്കപ്പെടാൻ എല്ലാ നിലയിലും അർഹതയുള്ള ഒരാളാണ് അംബേദ്കർ. അദ്ദേഹം എഴുതിയുണ്ടാക്കിയതുകൊണ്ടല്ല. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാകുന്നത് തന്നെ 1947 ഓഗസ്റ്റ് അവസാനമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വരുന്നത്. ദാറ്റ് മീൻസ് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി നിലവിൽ വന്ന് 7-8 മാസം കഴിഞ്ഞിട്ടാണ്. അതിനിടയിൽ 15ഓളം സബ് കമ്മിറ്റികൾ വന്നു. ഈ സബ് കമ്മിറ്റികൾ ഓരോ വിഷയങ്ങളെക്കുറിച്ചും കരട് ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കി ആ ഡോക്യുമെൻറ്റുകൾ കൺസോളിഡേറ്റ് ചെയ്ത് പ്രൈമറി ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്ന പണിയാണ് ഈ അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയ്തത്. 47 നവംബർ 4-ാം 7-ാം മറ്റോ ആണ് ആ കരട് ഭരണഘടനാ അസംബ്ലിക്ക് മുമ്പാകെ ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. 165 ദിവസം ഭരണഘടനാ അസംബ്ലി അതിൽ ചർച്ചകൾ നടത്തി. ആ ചർച്ചകളിലുടനീളം അംബേദ്കർ ഇടപെടുകയും വാസ്തവത്തിൽ അംബേദ്കറുടെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പിനെ കുറിച്ച് ഉള്ള ഒരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇന്ത്യയിൽ വേണ്ടത്ര കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെർട്സ് ഇല്ല എന്ന ഒരു കാഴ്ചയിൽ യൂറോപ്പിലെ അമേരിക്കയിലെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെർട്സിനെ ഇത് ഡ്രാഫ്റ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്താമെന്നൊരു ആലോചന അന്ന് നെഹ്റുവിന് അടക്കമുണ്ട്. നിങ്ങൾക്ക് കൗതുകം തോന്നും, ഇതൊന്നും വേണ്ട, അംബേദ്കറെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ആൾ ഗാന്ധിയാണ്. ഗാന്ധി തെൽത്തുംഡെ ഗാന്ധിയെക്കുറിച്ച് അംബേദ്കറുടെ ജീവചരിത്രം സമീപകാലത്ത് എഴുതിയ ജീവചരിത്രത്തിൽ തെൽത്തുംഡെ പറയുന്നുണ്ട്, അതൊരു മോറൽ പൊസിഷനാണെന്ന് തോന്നുമെങ്കിലും ഭയങ്കരമായൊരു സ്ട്രാറ്റജിക് മൂവ്മെൻ്റ് ആയിരുന്നു അത്. കാരണം അംബേദ്കറെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാക്കിയത് വഴി ഇന്ത്യയിൽ 20% വരുന്ന, ഇന്ത്യൻ ജനസംഖ്യയിൽ 20% വരുന്ന ദളിത് ജനതയുടെ സമ്പൂർണ്ണ പിന്തുണ
ഈ ഭരണഘടനയ്ക്ക് ഉറപ്പാക്കാനായിട്ട് ഗാന്ധിക്ക് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടാവാം, പക്ഷേ ഗാന്ധി നിർദ്ദേശിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ ആദ്യത്തെ മന്ത്രിസഭയിലെ അംബേദ്കറുടെ സ്ഥാനവും ഗാന്ധിയുടെ ഇടപെടൽ വഴിയാണ് ഉണ്ടായത്. ആദ്യം നെഹ്റു കാണിക്കുന്ന ലിസ്റ്റിൽ അംബേദ്കർ ഇല്ലായിരുന്നു. ഗാന്ധിയാണ് അംബേദ്കറെ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുന്നത്. ഞാനിത് ഗാന്ധിയുടെ ഒരു ഉദാരതയുടെ തെളിവായിട്ടൊന്നും പറയാമല്ലോ കേട്ടോ. എത്ര സൂക്ഷ്മമായിട്ടാണ് ഗാന്ധി ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ടാണ്. കാരണം അംബേദ്കർ ഒരാളല്ല, ഇന്ത്യയുടെ ഒരു വലിയ ജനസഞ്ചയത്തെയാണ് അംബേദ്കർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അംബേദ്കറുടെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഇപ്പം അംബേദ്കർ കൂടി വന്നതോടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ എതിർക്കാൻ പിന്നെ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അത് ഹിന്ദുത്വ ഫോഴ്സസ് മാത്രമാണ്. ആ ഫോഴ്സസ് അന്ന് മുതലേ എതിരാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടന അംഗീകരിക്കുന്നത് നവംബർ 29-നാണ്. 30-നും 31-നും ഓർഗനൈസറും ഭരണഘടനയ്ക്കെതിരെ മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൽ 2 ആക്ഷേപങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു. ഒന്ന്, ഇതൊട്ടും ഇന്ത്യൻ അല്ല, ഇത് കാനഡയുടെയും അമേരിക്കയുടെയും യൂറോപ്യൻ ഭരണഘടനകളുടെയും പകർപ്പാണ്. പിന്നെ 35-ലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ് ഇതിലെ വലിയ പങ്കെടുത്തിട്ടുള്ളത്, ഇതൊട്ടും ഭാരതീയമല്ല എന്നാണ്. 2, ഭാരതീയ ഭരണഘടനാ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും മഹത്തായ ആവിഷ്കാരമായ മനുസ്മൃതിയിൽ നിന്ന് ഇത് യാതൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നതാണ്. അംബേദ്കർ ഇതിന് 2-നും മറുപടി പറയുന്നുണ്ട്. ഡിബേറ്റിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഇതിൽ പലതും യൂറോപ്യൻ കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും അതുപോലെ 35-ലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നും കടമെടുത്തിട്ടുള്ളത് തന്നെയാണ്, അതിലൊരു തെറ്റുമില്ല എന്നാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അദ്ദേഹം പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾക്ക് പേറ്റൻറ്റ് റൈറ്റുള്ള ആശയങ്ങളൊന്നുമല്ല, മറിച്ച് ദീർഘകാലം കൊണ്ട് ആധുനിക ജനത രൂപപ്പെടുത്തിയെടുത്ത ആശയമാണ്. ഇപ്പോൾ ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിൽ എബ്രഹാം ലിങ്കൺ പറയുന്നു, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഭരിക്കുന്നു. ഇതൊരു ദിവസം കാലത്തെ മൂപ്പരുടെ തലയിൽ വെളിപാട് പോലെ വന്നതല്ല, മറിച്ച് ജനാധിപത്യത്തിൻ്റെ ഒരു മൂല്യവ്യവസ്ഥ പതിയെ ഒരാളിലൂടെ തെളിയുന്നതാണ്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്ന് പറയുന്നത് മോഡേണിറ്റിയുടെ ആകത്തുകയാണ്, എൻലൈറ്റൻമെൻറ്റിൻ്റെ ആകമാനമുള്ള മൂല്യമാണ്. അത് ആരാണോ എഴുതിയത് അയാളുടെ അല്ല. നിർഭാഗ്യവശാൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞത് ആധുനിക ഭരണഘടനാ തത്വങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഒന്നുമല്ല, അത് മനുഷ്യവംശത്തിന് ആകമാനം അവകാശപ്പെട്ടതാണ്. അതിൽ നിന്ന് കടമെടുക്കുന്നതിൽ സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. രണ്ടാമത്തെ കാര്യത്തിൽ അദ്ദേഹം രസമായിട്ട് പറഞ്ഞൊരു കാര്യം, 35-ലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് പലതും സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അദ്ദേഹം പറഞ്ഞത്, ഈ ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്കറിയാമല്ലോ, ഭീമാകാരമായ ഭരണഘടനയാണ്. 1,17,000 ജില്ലാൻ വാക്കുണ്ട്. വായിച്ചു തീർക്കണമെങ്കിൽ തന്നെ ഒരുപാട് കാലം എടുക്കും. ഇപ്പോൾ ഓസ്ട്രേലിയൻ ഭരണഘടനയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു അധ്യായത്തിൽ അവസാനിക്കുക എല്ലാം കൂടി ചേർന്ന്. ഇന്ത്യൻ ഭരണഘടന അങ്ങനെ എല്ലാ വിശദാംശങ്ങളും ഉണ്ട്. എക്സിക്യൂഷൻ്റെ, ഭരണനിർവഹണത്തിൻ്റെ, അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട എത്രയെങ്കിലും കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. സാധാരണ ഭരണഘടന അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലേക്കൊന്നും കടക്കാറില്ല, പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അയിത്തം ആചരിക്കുന്നത് കുറ്റമാണ് എന്ന് ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. സാധാരണ നിലയിൽ ഈ കുറ്റവും ശിക്ഷയൊക്കെ നിർവചിക്കുന്നത് CRPC ഒക്കെ ആണല്ലോ, ക്രിമിനൽ പ്രൊസീജിയർ കോഡൊക്കെയാണ് അത് നിർവഹിക്കുക. പക്ഷേ നമ്മുടെ ഭരണഘടനയിലുണ്ട്. അംബേദ്കർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹജമായി ജാതി വേരുപിടിച്ച് നിൽക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് ആ ജാത്യാചാരങ്ങളുടെ പിടിമുറുക്കം ശക്തമായിരിക്കുന്നത് കൊണ്ട് ഭരണനിർവഹണം ഭരണഘടനാനുസൃതമാകണമെങ്കിൽ ഭരണനിർവഹണത്തിൻ്റെ രീതികൾ ഭരണഘടനയുടെ ഭാഗമാക്കണം. അല്ലെങ്കിൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഭരണഘടനയെ അട്ടിമറിക്കും. ഇപ്പം അംബേദ്കർ പറയുന്നുണ്ട്, എത്ര മെച്ചപ്പെട്ട ഭരണഘടന ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അത് പൊളിക്കാനായിട്ട് നടത്തുന്ന ആളുകൾക്ക് ഭരണഘടന താല്പര്യമില്ലെങ്കിൽ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് മെച്ചപ്പെട്ടൊരു ഭരണഘടന ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഭരണഘടനാനുസൃതമായി ഭരണനിർവഹണം നടക്കണമെന്നൊന്നുമില്ല, മറിച്ച് ഭരണനിർവഹണം നടത്തുന്നവർ ഭരണഘടനാ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുമോ, അത് ഇന്ത്യയിൽ അസാധ്യമാണ് എന്ന് അറിയുന്നത് കൊണ്ട് അദ്ദേഹം ചെയ്തത് പരമാവധി ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട്സ് കൂടി കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് പെടുത്തുക. അപ്പോൾ പിന്നെ മാറാൻ കുറച്ചുകൂടി പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട്സ് വരുന്ന ധാരാളം കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അതെല്ലാം താൻ 35-ലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അതിന് വിശദീകരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ സമൂഹം നേരിടുന്ന അടിസ്ഥാനപരമായ ഒരു ജനാധിപത്യ വിരുദ്ധതയെ അഭിസംബോധന ചെയ്യാൻ ഭരണഘടനാ ചർച്ചകളിൽ അംബേദ്കർ നടത്തിയ ശ്രമത്തെക്കുറിച്ച് ഞാൻ പറയുമായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ജനാധിപത്യം വേരുപിടിച്ച ഒരു മണ്ണല്ല ഇത്. കാരണം ജാതി മനുഷ്യർ, അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ നിരീക്ഷണം ഉണ്ടല്ലോ, ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി,
ശ്രേണീകൃത അസമത്വമാണ്. പല തട്ടുകളായി തിരിഞ്ഞ സമൂഹമാണ്. ഒരു തട്ട് വേറൊരു തട്ടിനെ ഒരു നിലയ്ക്കും കൂട്ടില്ല. അദ്ദേഹത്തിൻ്റെ നല്ലൊരു മെറ്റഫറുണ്ട്. അദ്ദേഹം പറയുന്നു, മനോഹരമായി കെട്ടി ഉയർത്തിയ ഒരു കൊട്ടാരം പോലെയാണ്, പല നിലകളുള്ള കൊട്ടാരം പോലെയാണ് ഇന്ത്യൻ സമൂഹം. എല്ലാ നിലകളും ഗംഭീരമായിട്ട് പണിതിട്ടുണ്ട്. ആകെ ഒരു പ്രശ്നമുള്ളത്, ഒരു നിലയിൽ നിന്ന് വേറൊരു നിലയിലേക്ക് പോകാൻ ഒരു വഴിയില്ല. പെട്ടു. ഒരു നിലയിലാണ് ജനിച്ചതെങ്കിൽ മരണം വരെ ആ നിലയിൽ, മറ്റൊരു നിലയിലേക്ക് പോകാൻ പറ്റില്ല. ഇതിൻ്റെ പേരാണ് ജാതി എന്നത്. അതുകൊണ്ട് ഗ്രേഡൻ ഇന്നീക്വാലിറ്റി, ശ്രേണീകൃതമായ തട്ടുതിരിഞ്ഞ അസമത്വം സഹസ്രാബ്ദങ്ങൾ കൊണ്ട് വേര് പിടിച്ചു നിൽക്കുന്ന സമൂഹം സഹജമായി ജനാധിപത്യത്തിലേക്കൊന്നും വരില്ല. ജനാധിപത്യത്തെ നാം പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ആ പരിശീലനത്തിൻ്റെ കേന്ദ്രത്തിൽ നാം ഉറപ്പിച്ചെടുക്കേണ്ട ഒരു മൂല്യമായിട്ടാണ്, മൂല്യവ്യവസ്ഥയായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന ജോർജ് ഗ്രോട്ടിൻ്റെ പഴയ ആശയത്തെ അദ്ദേഹം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് പുതുതായി കൊണ്ടുവന്ന് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്.